എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു സ്വിഫ്റ്റ് ആണ് കേട്ടോ. സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് ജാമെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ട്, വണ്ടി അഴിക്കണതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ട്, ഇതിൽ ആഡ് ചെയ്യാം. അത് ഭയങ്കര ടൈറ്റാണ്. അതേമാതിരി തന്നെ ഇപ്പോൾ അഴിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ മോട്ടറെല്ലാം അഴിച്ചു വെച്ചേക്കാം. ഇത് ഫ്രീ ആയിട്ട് തിരിയണം. ഇത് നല്ല പോലെ ടൈറ്റാണ്. ഇത്രയും ടൈറ്റ് വരാൻ പാടില്ല. ഇന്നത്തെ വർക്ക് ഇതാണ്. ഇത് ഓരോന്ന് അഴിച്ചിട്ട് കാണിച്ചു തരാം ബാക്കി. അത് നമ്മൾ ഇതിൻ്റെ മോട്ടർ അഴിച്ചെടുക്കണം. മോട്ടർ അഴിച്ചെടുത്തതിന് ശേഷം ഇതിലാണ് വീലും പിനിയനും ഒക്കെ വരുന്നത്. ഇതിലാണ് മെയിനായിട്ട് ജാമായിട്ടിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഈ വീലിലൊക്കെ വരുന്ന ഗ്രീസ് വല്ലാണ്ട് ഇതാകുമ്പോഴാണ് ഈ ജാമ് വരുന്നത്. അതേമാതിരി തന്നെ ഇത് പോകണം കേട്ടോ. ഈ ടീത്ത് നോക്കി അറിയാൻ പറ്റും. ടീത്ത് ഒരു സൈഡ് കുഴിഞ്ഞിരിക്കുന്നുണ്ടാവും, ഒരു സൈഡ് ഇതാവും. അത് ഈ പിനിയനിൽ കറക്റ്റായിട്ട് മിസ്മാച്ച് ആകുമ്പോഴാണ് അത് മെയിനായിട്ട് ഈ ടൈറ്റ് വരുന്നത്. അതിനിപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാറ് ഒന്നുമില്ലെങ്കിൽ ഫയല് ജസ്റ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യും. ഈ കട്ടിങ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ വീണ്ടും ലൂബ് ചെയ്തിട്ട് വീണ്ടും കയറ്റിയിട്ടാണ് ചെയ്യുക. ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലപോലെ ഗ്രീസൊക്കെ ചെയ്ത് അതേമാതിരി തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്ത് പേപ്പറും മെമ്മറി പേപ്പറും അതേമാതിരി തന്നെ അല്ലെങ്കിൽ ഫയല് വെച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൈൻഡിങ് പേസ്റ്റ് ഇല്ലേ, വാൽവൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന പേസ്റ്റ്, അതിൻ്റെ ഫൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2-3 മെത്തേഡ് ഉണ്ട് ചെയ്യണത്. അത് ഡിപ്പെൻസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പം എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ല. നല്ലപോലെ സ്റ്റിയറിങ് ഫ്രീ ആണ്. അതൊരു കുഴപ്പമില്ല. നേരത്തെ സ്റ്റിയറിങ് ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വർക്ക് തന്നെ.